ഹലോ നമ്മളിന്നൊരു Q&A ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ നീയൊക്കെ അതിന് ഏതാ? ഞങ്ങൾ അത് ഞങ്ങളെ തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഞാൻ സ്വയം പ്രഖ്യാപിത കാവ്യമാധവൻ. ഞാൻ സ്വയം പ്രഖ്യാപിത അമലാപ്പോൾ. ഞാൻ സ്വയം പ്രഖ്യാപിത കാവ്യമാധവൻ. ഞാൻ പിന്നെ സ്വന്തമായിട്ടല്ല, നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ അതിൻ്റെ അടിയിലൊക്കെ എനിക്ക് കമന്റ്സ് വന്നിട്ടുണ്ട്. എന്നെ കാണാൻ അമലാപ്പോളിന്റെ ചെറിയൊരു കട്ടുണ്ട്, കുന്നംകുളമെന്ന് അതിന്റെ ലെഫ്റ്റിൽ എഴുതിയിട്ടുണ്ട്. അത് പക്ഷെ കുട്ടി ശ്രദ്ധിച്ചിട്ടില്ല. കാവ്യമാധവൻ. ഞാൻ സ്വയം പ്രഖ്യാപിത കാവ്യമാധവനാണ്. പക്ഷെ എൻ്റെ അടുത്ത് ചില ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് യൂട്യൂബ് ഇല്ലാത്തതുകൊണ്ട് ആർക്കും കമന്റ് ചെയ്യാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ. ഇൻസ്റ്റ ഐ ഡി ഞാൻ പറയാം, വേണമെങ്കിൽ നിങ്ങൾ ആദ്യം ഒന്ന് കമന്റ് ചെയ്തില്ലേ. കാവ്യമാധവന്റെ കട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്തിട്ട് ഈ വീഡിയോയുടെ. അപ്പം ഇന്ന് ഞങ്ങൾ ഭയങ്കര സീരിയസ് ആയിട്ട് വന്നേക്കാണ്. കുറച്ച് Q&A ആയിട്ട് കുറെ ചൊറിയുന്ന ക്വസ്റ്റ്യൻസ്. ഇതൊക്കെ ആര് ചോദിക്കുന്നല്ലേ? ഇവള് തന്നെ. ഞാനല്ല ഗൈസ്, ഞാൻ ഇവർക്ക് എപ്പോഴും സപ്പോർട്ടാണ്. പക്ഷെ ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സ് എന്ന് പറയപ്പെടുന്ന ആൾക്കാർ, അവർക്ക് സീരിയസ് ആയിട്ടുള്ള ഒരു സോറി ഗൈസ്, സോറി. ഞങ്ങളുടെ ഒരു രോദനമാണ് ഞങ്ങൾ പറഞ്ഞത്. എന്തോ ആയിക്കോട്ടെ, ഞങ്ങൾ ഭയങ്കര ഇറിറ്റേറ്റ് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഞങ്ങൾക്ക് അറിയാം ഇന്നോ നാളെ നിങ്ങളിത് ഞങ്ങളുടെ അടുത്ത് ഉറപ്പായിട്ട് ചോദിക്കുമെന്ന്. ഞങ്ങളിതാ എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ന് ഞങ്ങൾ 5 ക്വസ്റ്റ്യനുള്ള ആൻസറേ പറയുന്നുള്ളൂ. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഞങ്ങൾ പിന്നെ പറയും. കാര്യം ഞങ്ങൾ ഇന്ന് ഭയങ്കര ബിസിയാണ്. പുറത്തേന് ഞങ്ങൾ ഭയങ്കര ബിസിയുള്ള ആൾക്കാരാണ്. അതിനിടയിലാണ് ഞങ്ങൾ ഈ വീഡിയോസ് ഒക്കെ ചെയ്തിടുന്നത്. ആദ്യത്തെ തന്നെ ക്വസ്റ്റ്യൻ്റെ ആൻസർ പൂജ പറയും. വല്ല പണിയെടുത്ത് ജീവിച്ചൂടെ? എന്ത് ചോദ്യം ഇവര് ചോദിക്കുന്നത്? സൗകര്യമില്ല, പണി എടുക്കുന്നില്ല. ഇവളുടെ കാര്യം ഞാൻ പറഞ്ഞത്. എനിക്ക് ജോലിയുണ്ട്, എനിക്ക് പണിയുണ്ട്. പക്ഷെ ഇവളങ്ങനല്ല. പക്ഷേ ഒരു ചോറ് ക്വസ്റ്റ്യൻ ആയിട്ട് ഇവക്ക് തോന്നുമെങ്കിലും അതൊരു റെലവൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. എന്നാലും നമ്മൾ അതിനുള്ള മറുപടി പറയാം. സത്യമാണ്, എനിക്ക് പ്രത്യേകിച്ച് ഒരു പണിയില്ല, കുറച്ച് പഠിക്കുന്നുണ്ട്, അത്രേ ഉള്ളൂ. എന്താ പഠിക്കുന്നതെന്നൊന്നും ഞാൻ ആരോടും പറയത്തില്ല. അത് ഞങ്ങള് പിന്നെ വീഡിയോയില് അതൊരു ലോങ് വീഡിയോ ആയിട്ട് ഞങ്ങള് ചെയ്യാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, നിർത്തി പൊക്കൂടേന്ന്. ഞങ്ങൾ എങ്ങോട്ടാ പോകണ്ടേ? നിങ്ങൾ പറ, എവിടെ പോണം? പൂജ പറഞ്ഞു കൊടുക്കണേ. എങ്ങോട്ടാ ഞങ്ങൾ നിർത്തി പോകേണ്ടത്? സൗകര്യമില്ല, നിർത്തി പോവാനല്ല ഞങ്ങൾ ഇത് തുടങ്ങി. പിന്നെ ഗായ്സ്, ഞങ്ങൾക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. ഞങ്ങളെ കാണാൻ എന്നെ കാണാൻ അമലാപ്പോളിനെ പോലെയും പോലെയുണ്ട്, നിങ്ങൾ അവരുടെ ആരെങ്കിലും ആണോ എന്നൊക്കെ ആൾക്കാർ ചോദിക്കാറുണ്ട്. അത് നിങ്ങൾക്ക് തോന്നുന്ന വേറെ ഒരു സാമ്യം മാത്രമാണ്. തോന്നി ഞങ്ങൾക്ക് അവരായിട്ട് അങ്ങനെ ബന്ധമൊന്നുമില്ല. ഞങ്ങൾ ആരെയും പൂജ്യം തന്നെ ആണ്, അത്രേ ഉള്ളൂ ഗൈസ്. ഞങ്ങൾക്ക് എന്താ പരിപാടി അത് നിങ്ങളുടെ അടുത്ത് പറയണോ? ഞങ്ങൾക്ക് അങ്ങനെ നാട്ടുകാരോട് പറഞ്ഞു നടക്കേണ്ട പരിപാടിയാണ്. സബ്സ്ക്രൈബ്. ബ്യൂട്ടി ടിപ്സ് ഒക്കെ എവിടുന്നാ കിട്ടുന്നത്? ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ബ്യൂട്ടി ടിപ്സ് ഒക്കെ എവിടുന്നാ കിട്ടുന്നത്? ഗൈസ്, അത് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. ഇത് ഞങ്ങളുടെ വർഷങ്ങളായിട്ട്, അറൗണ്ട് ഒരു 10 വർഷം മുന്നേ തൊട്ട് ഞങ്ങൾ റിസർച്ച് ചെയ്ത് വാരി പൊത്തി അവിടെ നോക്കി ഇവിടെ നോക്കി എല്ലാം ഞങ്ങൾ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്ത ഞങ്ങളുടെ ടിപ്സുകളാണ് ഞങ്ങൾ ഇപ്പം നിങ്ങളായിട്ട് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആര്യയുടെ അമ്മ എൻ്റെ അടുത്ത് പറയുന്ന കാര്യം എന്താ പറയുക, മോളെ മുളക് പൊടിയും കൂടി ഇവള് മോന്തയ്ക്ക് എടുത്തിടാനുള്ളതെന്നാണ്. കാര്യം വെച്ചാൽ അത്ര അവൾ ആ ഒരു കാര്യത്തിന് ഞാൻ അത്ര എഫേർട്ട് ഇടുന്നുണ്ട് ഗൈസ്. ഞാനാണെങ്കിൽ നിങ്ങൾക്ക് ഓരോ ടിപ്സ് പറഞ്ഞു തരാൻ വേണ്ടി ഞാൻ എൻ്റെ ഫേസ് ഞാൻ എല്ലാം ആദ്യം എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് അത് വർക്ക് ആവുന്നുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഇത് തരാറുള്ളൂ. അപ്പോൾ എല്ലാ വീഡിയോയുടെ അടിയിലും വന്നിട്ട് ഞാൻ തന്നെ പറയുന്നുണ്ട് താങ്ക് യു ഫോർ ദ വാല്യൂബിൾ ഇൻഫർമേഷൻ. ഇവക്ക് ആ എഫേർട്ട് അറിയാം, ഞാനിടുന്ന എഫേർട്ട് എത്രത്തോളം ഉണ്ടെന്ന് ഇവക്ക് മാത്രമേ അറിയത്തുള്ളൂ. കാര്യം വെച്ച് ഈ റൂമിൽ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുവല്ലേ. സത്യമാണ്. കാര്യം രാവിലെ തൊട്ട് ഉച്ച വരെ ഓരെന്തെങ്കിലും മുഖത്തൊക്കെ എന്തെങ്കിലും പറ്റിപ്പോയി അറിയാൻ പറ്റും. അപ്പൊ അത്രയും എഫേർട്ട് ഇതിന്റെ പിന്നിലുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ ഇത്രയും കാര്യമായിട്ട് വീഡിയോ ചെയ്യുമ്പോഴാണ് ഇങ്ങനത്തെ മനസ്സ് തകർക്കുന്ന ക്വസ്റ്റ്യൻസ് വരുന്നത്. പക്ഷെ അതിന്റെ ഇടയ്ക്കും നല്ല ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. കാവ്യമാധവനെ പോലെ അതൊക്കെ ചോദിക്കുന്നുണ്ട്, ഞങ്ങളെ സന്തോഷിപ്പിക്കുന്നുണ്ട്. പക്ഷെ അതിനേക്കാളും ഇതെല്ലാം വിഷമിപ്പിക്കുന്നു. അപ്പം ഇന്ന് ഇത്രേ ഉള്ളൂ ഗൈസ്. ഞങ്ങൾക്ക് പറയാതിരിക്കാൻ പറ്റില്ലായിരുന്നു, അതുകൊണ്ട് മാത്രം ഇപ്പൊ ഞങ്ങൾ ഈ ഒരു 5 ക്വസ്റ്റ്യൻ വെച്ച ഒരു വീഡിയോ എടുത്തത്. ഞങ്ങൾക്ക് തീരെ സമയമില്ല, അത്ര ഞങ്ങൾ ബിസി ഷെഡ്യൂളിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്.
അപ്പം അതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. ഇനി ഞങ്ങളെ പറ്റിയുള്ള പേഴ്സണൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണം, മീൻസ് ഞങ്ങൾ ആരാണ്, ഞങ്ങളുടെ റിലേഷൻ എന്താണ്, ഞങ്ങൾ എത്ര കാലം കൊണ്ടറിയാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അത് ഞങ്ങളൊരു ലോങ് വീഡിയോ ആയിട്ട് തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. തൽക്കാലം ഞങ്ങളിപ്പം സൈനിങ് ഓഫ് ചെയ്യുക. സൈനിങ് ഓഫ് ബൈ കുന്നംകുളം അമല പോൾ ആൻഡ് കുന്നംകുളം കാവ്യമാധവൻ. ബൈ ബൈ.